മഴ തോരും മുമ്പേൽ നമ്മുടെ രോഹിത് പോവുകയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ രേവതിക്കുട്ടിക്ക് തൻ്റെ വികാരത്തെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് രേവതിക്കുട്ടിയുടെ മനസ്സിൽ രോഹിത് ആഴത്തിൽ പതിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പല പ്രവൃത്തിയും ചെയ്യുന്നുണ്ട് രോഹിത്തും ബാക്കിയുള്ളവരും പോവാതിരിക്കാൻ വേണ്ടി. പക്ഷേ അലീന കട്ടിപ്പിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ് രോഹിത്തിനെയും ബാക്കി എല്ലാവരെയും കൊണ്ട് ഇന്ന് തന്നെ മടങ്ങണമെന്ന്. അതുകൊണ്ട് തന്നെ രോഹിത്തിൻ്റെ അടുത്തും നമ്മുടെ രേവതിക്കുട്ടിയുടെ അടുത്തുമൊക്കെ അലീന കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ പിള്ളകളി കളിച്ച് സമയം കളയാതെ നമുക്ക് തിരികെ പോകാനുള്ളതാണ് എന്നുള്ളൊരു ചിന്ത വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും പോയേ മതിയാവുകയുള്ളൂ. ഇവിടെ അങ്ങനെ നിൽക്കാനൊന്നും കഴിയില്ല. അച്ഛൻ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ മടങ്ങി വരും. എനിക്ക് നിങ്ങളെ അച്ഛൻ്റെ കൈകളിൽ തിരികെ ഏൽപ്പിച്ചിട്ട് മടങ്ങി പോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമെങ്കിൽ നമ്മുടെ രോഹിത്തിൻ്റെ അടുത്തും രേവതിക്കുട്ടിയുടെ അടുത്തും പറയുമ്പോൾ അവർ നമ്മുടെ കാറിൻ്റെ താക്കോൽ എടുത്തുകൊണ്ട് വരുന്നൊരു കാഴ്ച കാണാം. സത്യം പറഞ്ഞാൽ രേവതിക്കുട്ടിയാണ് കാറിൻ്റെ താക്കോൽ മാറ്റി വെച്ചിരിക്കുന്നത്. ആ സമയം തന്നെ രോഹിത് രേവതിക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, താക്കോൽ തായോ, എന്തായാലും പോട്ടെ, ഞാൻ എന്തായാലും നിന്നെ കാണാൻ പിന്നെയും വരാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് രേവതിക്കുട്ടിക്ക് വളരെ ഒരു സന്തോഷം നൽകുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.